മലപ്പുറം നിലമ്പൂരിൽ കരുളായിൽ മരുമകളെ വെട്ടിക്കൊന്നു. അമ്മായിയമ്മയാണ് മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ തന്നെ കേട്ട വാർത്തയാണിത്. നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത് ഈ കൊലപാതകം. ഇതിപ്പോൾ വന്നിട്ട് അമ്മായിമ്മ സ്വന്തം മരുമകളെ കൊലപ്പെടുന്നൊക്കെ എത്തി. മലപ്പുറം നിലമ്പൂരിലാണ് ഈ സംഭവം. രജീല എന്നുള്ള 10, 27, 28 വയസ്സാണ് ഈ ഒരു മരണപ്പെട്ട സ്ത്രീക്കുള്ളത്. മരുമകൾ ശാന്ത, നല്ല പേര്, ശാന്തമായ പേര്. പക്ഷേ ചെയ്ത പ്രവൃത്തിയോ, ഈ അമ്മായിമ്മ മരുമകൾ 5 വെട്ടാണ് ഈ മരുമകൾക്ക് കൊണ്ടത്. 5 വെട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ പണി കഴിഞ്ഞു. ഈ രജിയുടെ കൊല്ലപ്പെട്ട രജിയുടെ ഭർത്താവ് സുനിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ ഇത് രാവിലെ ഒരു 6:30 സമയത്ത് ചായ വെച്ചു. ചായ കുടിക്കണല്ലോ. ആ ചായ വെച്ചപ്പോൾ മരുമകൾ കൊടുത്തില്ല. ഇതിനെ ചൊല്ലി വഴക്കായി. ഈ വഴക്ക് ഒടുവിൽ ചെന്നെത്തിയത് എന്താണ്? ആ 2 പെൺകുട്ടികളുടെ മുന്നിലിട്ടിട്ട് സ്വന്തം അമ്മയെ, ഈ അമ്മായിമ്മയായ ശാന്ത, ആ സ്വന്തം മരുമകൾ എന്ത് ചെയ്തു? അതിക്രൂരമായിട്ട് വെട്ടി. ദിവസങ്ങൾക്ക് മുമ്പാണ് റോട്ടിൽ ഒരുത്തനെ അലുവ അതിൽ നിന്ന് പറഞ്ഞൊരു ഗുണ്ടനെ കുറേ പേര് മുഖംമൂടി പോലുമില്ല ഗംഭീരമായിട്ട് എന്ത് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് തീർത്ത് കളഞ്ഞു. വീടിൻ്റെ ഉള്ളിൽ അമ്മായിമ്മ മരുമകൾ പ്രശ്നം എവിടെ നടക്കാത്തത്? പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു തരത്തിൽ ആർക്കും പേടില്ല. ഇപ്പോൾ ഈ ശാന്ത മുൻപ് ക്രിമിനലാണോ? അല്ലല്ലോ. അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമില്ലാത്ത വീടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടോ, ഇത് ഒരു ചായയുടെ പ്രശ്നം മാത്രമാവില്ലത്. നിരന്തരം അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ ഒരു ബ്ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ ഒരു കൊലപാതകം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മായിമ്മനോട് പ്രശ്നമുള്ളവരുണ്ടാവും, മരുമക്കളോട് പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മരുമക്കൾ കാണുന്നവരുണ്ട്, അമ്മായിമ്മ കാണുന്നവരുണ്ട്. ഈ റമദാനല്ലേ, ഒന്ന് പോയിട്ട് ഹഗ് ചെയ്യും, ഒരു ചുംബനം, ഒരു സ്നേഹത്തിൻ്റെ ചുംബനം കൊടുക്ക്. എന്നിട്ട് നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ പ്രിയപ്പെട്ടതാണ്, എൻ്റെ അമ്മായിമ്മ എൻ്റെ പ്രിയപ്പെട്ടതാണ്, എൻ്റെ മരുമകൾ എൻ്റെ പ്രിയപ്പെട്ട മോളാണ്, ഇങ്ങനെ കരുതിയിട്ട് നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ചുംബിച്ചോക്ക്. പ്രശ്നങ്ങൾ കുറേ മാറും. ഇതിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണതെന്നറിയോ, നമ്മൾ തന്നെയാണ് കുറേ ഉണ്ടാക്കണത്. പണ്ടൊരു അമ്മായിമ്മനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചൊരു മരുമകൾക്ക് സഹോദരൻ വിഷം കൊടുത്തിട്ട് കൊണ്ടുപോയി പാല് ചേർത്ത് കൊടുത്താളെന്ന് പറഞ്ഞു. എന്നും പാലിൽ ഈ പാപം മരുമകൾ എന്ത് ചെയ്യും? ഈ വിഷം ചേർത്തിട്ട് പാല് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ ഈ പാല് കുടിക്കാൻ വേണ്ടി സ്നേഹവാക്കുകൾ പറഞ്ഞാൽ കൊടുക്കുക. കാരണം ഇത് വിഷം ഉള്ളിൽ പോകണമല്ലോ. ഒടുവിൽ ഈ മരുമകൾ ഈ സ്നേഹത്തോടെ പാല് തരുമ്പോൾ അമ്മായിമ്മ കരുതി മരുമകൾക്ക് ഇങ്ങോട്ട് എത്ര സ്നേഹം ഉണ്ടോന്ന്. അങ്ങനെ അമ്മായിമ്മയുടെ ബിഹേവിയറൊക്കെ മാറി നല്ല സ്നേഹമായി. അപ്പം മരുമകൾ പറയാൻ തുടങ്ങി, അയ്യോ പാവം അമ്മായിമ്മനെ കൊല്ലണ്ട, വിഷം ഒഴിവാക്കാം, മറുമരുന്നുണ്ടോന്ന്. അപ്പോഴാണ് സഹോദരൻ പറഞ്ഞത്, നീ അത് പ്രോട്ടീൻ മരുന്നാണ്, വിഷമൊന്നുമല്ല. നീ നിൻ്റെ പെരുമാറ്റം നന്നായപ്പോൾ അമ്മായിമ്മയുടെ പെരുമാറ്റം ഇങ്ങോട്ട് നന്നായി. ഈ നന്നാക്കലാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇന്ന് എവിടെ നടക്കുന്നൊരു കേസ് ഇതുപോലെയുള്ള കൊലപാതകങ്ങളാണ്. കാണുമ്പോൾ തന്നെ ഞെട്ടൽ തോന്നുകയാണ്. എപ്പോൾ നമ്മൾ വീട്ടിൽ നോക്കിയാലും ഈ കൊലപാതകം, വെട്ടിക്കൊല്ലലും, അതിപ്പോൾ വന്ന് അമ്മായിമ്മ മോളെ വെട്ടിക്കൊല്ലുന്ന കേസ് വരെ തിരിച്ചിങ്ങോട്ടും വരും. കാക്കട്ടെ, എന്തെങ്കിലുമൊക്കെ മരുമക്കൾ അമ്മായിമാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്നേഹത്തിലും ഒരു തഞ്ചത്തിലും താളത്തിലൊക്കെ നിന്നോളിട്ടാ. എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല.